എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്ന ഗട്ട് ഹെൽത്ത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ നമ്മളോടൊപ്പം ജേക്കബ് ഉണ്ട്. എന്തൊക്കെയാണ് വിശേഷം ജേക്കബ്? സുഖമായിരിക്കുന്നു. നമ്മളോടൊപ്പം എൽവിൻ ഉണ്ട്. എൽവിൻ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം, സന്തോഷമായിരിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. കുടലിൻ്റെ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് എന്ന് ഇപ്പോൾ വളരെ കൂടുതലായി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണത്? അതിന് ഇത്രത്തോളം പ്രാധാന്യം വരാൻ കാര്യം എന്താണ്? ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഗട്ട് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുകൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഗട്ട് മൈക്രോബയം ഉണ്ട്. അതായത് സൂക്ഷ്മാണുക്കളുടെ ഒരു കോളനി തന്നെയുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ഇൻറ്റസ്റ്റൈനൽ ലൈനിങ് എല്ലാം കൂടെ ചേർന്ന ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജിനെയാണ് ഗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് ഈ ഇവിടെയുള്ള ഈ മൈക്രോബയം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ ആ ഒരു കോളനിയുടെ ആരോഗ്യത്തെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ശരിക്കും ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗട്ട് മൈക്രോബയമാണ് നമ്മുടെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം, അതുപോലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെ റെഗുലേറ്റ് ചെയ്യണതും മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യണതൊക്കെ ഈ ഗട്ട് മൈക്രോബയമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ റിസർച്ച് നടന്നു. അപ്പോൾ റിസർച്ച് നടന്നപ്പോഴാണ് മനസ്സിലായി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി രോഗപ്രശ്നങ്ങളിലും ഈ ഗട്ട് ഹെൽത്തിനൊരു റോളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം ഇത് പോപ്പുലർലി ഇത് ചർച്ച ചെയ്യപ്പെടാൻ കാണും. അപ്പോൾ ആൾക്കാർ നോക്കിയപ്പോൾ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് ആയാലും ഡയബറ്റീസ്, ഒബീസിറ്റി ആയാലും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മറ്റ് പല ക്രോണിക് ഡിസീസസ് ആയാലും ഒക്കെ ഈ ഗട്ട് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഇതാണ്, ആധുനിക ലോകത്തിൽ നമ്മുടെ ഈ ഗട്ട് ഹെൽത്ത് ഒത്തിരി പ്രശ്നമായി ഓൾറെഡി. അതിൽ പല നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കാണാം. അതുകൊണ്ടാണ് ഇന്ന് ആൾക്കാരുടെ ഇടയിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ അളവ് കൂടി, അതുപോലെ തന്നെ ആൾക്കാർക്ക് പലതരം ഡെഫിഷ്യൻസീസ് കൂടി, അതുപോലെ തന്നെ ആൾക്കാർ പല ഫുഡ്സിനോട് ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഫുഡിനോട് അവർ പ്രതികരിക്കും, അവരുടെ ശരീരം പ്രതികരിക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ ഈ മേഖലയുടെ ഒരു പ്രാധാന്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഗുണവും. തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. എന്താണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ? നമുക്ക് ചോദിക്കാം, ഈ ഗട്ട് മൈക്രോബയം വളരെ അപരിചിതമാണ് ഇന്ന്, പക്ഷെ എന്താണ് സംഭവം? മലയാളത്തിൽ പറയുമ്പോഴാണ് ഇതിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ മൈക്രോബയോം എന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല വാക്കായിട്ട് തോന്നും. പക്ഷേ മലയാളത്തിൽ ജേക്കബ് നേരത്തെ പറഞ്ഞപ്പോൾ സൂക്ഷ്മാണു എന്നാണ് പറഞ്ഞത്. ഈ അണു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും നീക്കം ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് പ്രോസസ്സ് ചെയ്യണത്. പക്ഷേ ഈ മൈക്രോബയോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗട്ടിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്, അണുക്കൾ, സൂക്ഷ്മാണുക്കൾ തന്നെയാണ്. ഏകദേശം 1 ട്രില്യൺ, അതായത് 10,000 കോടി അണുക്കളാണ് നമ്മുടെ ഈ ഗട്ടിൻ്റെ അകത്ത് മാത്രമായിട്ടുള്ളത്. ഇതിന് ശരിക്കും സെക്കൻഡ് ബ്രെയിൻ എന്നാണ്, രണ്ടാമത്തെ തലച്ചോറെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്. ഇങ്ങനെ പല പല സ്പീഷീസ് ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഏകദേശം 5 കിലോ, അതായത് 5 പൗണ്ട്, 2.5 to 3 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ അതേ വെയിറ്റ് ഈ മൈക്രോബയോമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്തയുണ്ട്. നമ്മൾ ഈ അണുക്കളെ കളയണം എന്നുള്ള രീതിയിൽ നല്ല ബാക്ടീരിയനെ സൂക്ഷിക്കാനൊന്നും നമ്മൾ മറന്നുപോയി. ഈ അടുത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും ചർച്ച. ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെന്ന് വെച്ചോ, അതെല്ലാ അണുക്കളെയും കൊണ്ടുപോകും, നല്ലതിനെയും കൊണ്ടുപോകും. അപ്പോൾ ഈ നല്ല അണുക്കളില്ലാത്തത് കൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മൈക്രോബയം നമ്മളെ ഒത്തിരി രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നോർമലായിട്ട് ദഹിപ്പിക്കാൻ പറ്റാത്ത പല ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൈക്രോബയമാണ്. പിന്നെ വൈറ്റമിൻസ് സിന്തസൈസ് ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ, സ്പെഷ്യലി നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. പിന്നെ വൈറ്റമിൻ B1, B2, B12 ഇതൊക്കെ ഈ മൈക്രോബയം നല്ലതുണ്ടെങ്കിൽ സിന്തസൈസ് ചെയ്യാൻ എളുപ്പമുള്ളതാണെന്നുള്ള. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മൂഡ്, നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടല്ലോ, സെറോട്ടോണിൻ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെറോട്ടോണിൻ സ്പെഷ്യലി 90% പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗട്ട് മൈക്രോബയം വഴിയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ 70% ഇമ്മ്യൂൺ സെൽസും
ഈ ഗട്ടിൻ്റെ അകത്താണെന്നുള്ളത്. നമുക്കത് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഗട്ട് ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ പിന്നെ ഇൻഫ്ലമേഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നതൊക്കെ ഈ പ്രൊലോങ്ഡ് ക്രോണിക് ഇൻഫ്ലമേഷനിലൂടെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശരിക്കും ഈ മൈക്രോബയോം ഗുഡ് ബയോട്ട ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. നമ്മളൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ തലച്ചോറിനെ പോലെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മൈക്രോബയോം ഇൻ ദ ഗട്ട്. തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് അണുക്കൾ എന്ന് കേൾക്കുമ്പം എല്ലാത്തിനെയും ഓടിച്ചു കളയണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടും ചില ഉപയോഗങ്ങളുണ്ട്, അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നാരുകൾ, കാർബോഹൈഡ്രേറ്റ്, ഇതിനെയൊക്കെ ദഹിപ്പിക്കാൻ ഈ മൈക്രോബയോംസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇപ്പോൾ പലതരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഫൈബറും ഒന്നും നമുക്ക് നാച്ചുറലി നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അതിനുള്ള എൻസൈംസ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ഈ ഗട്ട് ബാക്ടീരിയ ആണ് ശരിക്കും അതിനുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കഴിക്കുന്ന നാരടങ്ങിയ ആഹാരങ്ങൾ, ഫൈബേഴ്സ്, ഈ ഗട്ട് ബാക്ടീരിയ ദഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എൻസൈംസിലൂടെ ദഹിപ്പിക്കുമ്പോൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന് വലിയൊരു റോളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അത് സഹായിക്കും. അതുപോലെ നമ്മുടെ തന്നെ ഇൻറ്റസ്റ്റൈൻസിന് എനർജി വേണം, അതിൻ്റെ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ്ങിനൊക്കെ എനർജി വേണം. അതുമൊക്കെ ഈ ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നിന്നാണ് അവർക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്, ഒത്തിരി റിഫൈൻഡ് ആയിട്ടുള്ള മൈദ പോലത്തെ ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഈ ഫൈബർ ഇല്ലാണ്ടാകും ഇങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ മെറ്റബോളിസത്തിന് തകരാറുണ്ടാവും, അല്ലെങ്കിൽ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ തന്നെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കുടലിനൊക്കെ വേണ്ട എനർജി കിട്ടാണ്ടും ആകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുള്ള പരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തുടരുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയമായതിനു ശേഷം നമ്മൾ വേഗം മടങ്ങിയവരും കാത്തിരിക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. നമുക്ക് വീണ്ടും കൂടുതൽ ഇൻഫോർമേഷൻസ് അതിനെക്കുറിച്ച് കേൾക്കാം. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ നമ്മൾ കേട്ടു. അതെന്താണ്? അത് നമ്മളെങ്ങനെയാണ് നല്ല ആരോഗ്യത്തിന് സഹായിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഭക്ഷണത്തിൽ നാരുകളെ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ, ഫൈബറിനെ ഫെർമെൻറ്റ് ചെയ്യുമ്പോഴാണ്, ഡയറ്ററി ഫൈബറിനെ ഫെർമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് 3 തരത്തിലാണ്: ബ്യൂട്രേറ്റ്, അസറ്റേറ്റ്, പ്രൊപ്പിയനേറ്റ്. ഓക്കെ, 3 തരത്തിലാണ് മേജറായിട്ടുള്ളത്. ഈ ബ്യൂട്രേറ്റ് ശരിക്കും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പണൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, പിന്നെ അതുപോലെ തന്നെ കോളൻ ക്യാൻസർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ബ്യൂട്രേറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ അസറ്റേറ്റ് ഉണ്ട്. അസറ്റേറ്റ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിറ്റൈറ്റിനെയാണ്, നമ്മുടെ ഭക്ഷണാസക്തി, വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസംസും ഇതിൻ്റെ അകത്തുണ്ട്, ചീത്തയുണ്ട്. നല്ലതിനെ സെലക്ട് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ് ഈ അസറ്റേറ്റ്. അപ്പോൾ നമ്മൾ നല്ല ബാക്ടീരിയ നമ്മുടെ ഇതിൽ ത്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൈബർ റിച്ച് ഫുഡ്സ് കഴിച്ചേ പറ്റുള്ളൂ. മൂന്നാമത്തത് പ്രൊപ്പിയനേറ്റ് ആണ്. പ്രൊപ്പിയനേറ്റ് ശരിക്കും ബ്ലഡ് ഷുഗേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ഇൻസുലിൻ്റെ പെർഫോമൻസിനെ, സെൻസിറ്റിവിറ്റിനെ നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വയറിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ നോർമലായിട്ട് ആരോഗ്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒറിജിൻ, അതിൻ്റെ ഒരു മേജർ ഷെയർ ഈ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്ന സൂക്ഷ്മാണുക്കൾ തന്നെയാണെന്ന്, അതുണ്ടാക്കുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അറിയാതെ പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനാരോഗ്യകരമായ ഗട്ട്, അതായത് നല്ല ആരോഗ്യമില്ലാത്ത ദഹനേന്ദ്രിയ വ്യവസ്ഥ പലതരത്തിലും നമ്മളെ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുന്നുവെന്ന് പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം പോകുമ്പോൾ അത് ചിലപ്പോൾ മോശമായ ഒരു ഡയറ്റ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ
ക്രോണിക് സ്ട്രെസ്, വർഷങ്ങളുടെ സ്ട്രെസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആൻറ്റിബയോട്ടിക് കഴിച്ച് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൈക്രോബയോമിനെ ഒത്തിരി നശിപ്പിച്ചുകൊണ്ടാവാം, എക്സസീവ് ആൻറ്റിബയോട്ടിക് യൂസേജ് ചെറിയ തോതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എപ്പോഴും, അല്ലെങ്കിൽ ഗട്ട് ഇൻഫ്ലമേഷൻ കാരണം ഒക്കെ ഇതിൻ്റെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നേരത്തെ എൽവിൻ പറയുകയുണ്ടായി, പല ന്യൂട്രിയൻസും ശരിക്കും ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് പ്രോപ്പർലി ഈ ഗട്ട് മൈക്രോബയോമിൻ്റെ സഹായത്തോടെ ഗട്ട് നന്നായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയണേ, ഇപ്പം വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതായിരിക്കണം, ഗട്ട് മൈക്രോബയോം നന്നായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് അബ്സോർബ് ചെയ്യത്തില്ല. വേറൊന്നാണ് വൈറ്റമിൻ K, നേരത്തെ എല്ലാം പറയുകയുണ്ടായി. അപ്പോൾ ഈ വൈറ്റമിൻ B12 ആണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാഡികൾക്കും അതുപോലെ തന്നെ നമ്മുടെ RBCയുടെ പ്രൊഡക്ഷനൊക്കെ ആവശ്യമെങ്കിൽ വൈറ്റമിൻ K ആണ് നേരത്തെ പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും അതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടി സഹായിക്കുന്നു. ഇതുപോലെ തന്നെ അയണും നമ്മുടെ ഈ ഗട്ടിൻ്റെ ഹെൽത്ത് നല്ലതാണെങ്കിൽ മാത്രമേ ഇത് മര്യാദയ്ക്ക് അബ്സോർബ്ഡ് ആകത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, അയൺ മര്യാദയ്ക്ക് അബ്സോർബ്ഡ് ആയില്ലെങ്കിൽ നമ്മൾ അനീമിക് ആവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ B12 ഡെഫിഷ്യൻസി വരാം, വൈറ്റമിൻ K ഡെഫിഷ്യൻസി വരാം, അയണിൻ്റെ ഡെഫിഷ്യൻസി വരാം. ഇങ്ങനെ പല ഡെഫിഷ്യൻസീസും ഈ ഗട്ട് ഹെൽത്ത് നല്ലതല്ലെങ്കിൽ പ്രശ്നമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എന്താണ് നഖത്തിന് എപ്പോഴും ഇങ്ങനെ വളരെ ബ്രിട്ടിലായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഇൻഫെക്ഷൻ വരുന്നു, നമുക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളിതിലൊക്കെ ഡെഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിനേലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് നിങ്ങൾ അവരിൽ നിന്ന് തിരക്കി, ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന പോലത്തെ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് നിന്ന് കേട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഡെഫിഷ്യൻസി താൽക്കാലികമായിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വെച്ച് ശരിയാക്കിയാണ് പിന്നെയും നമ്മൾ ഡെഫിഷ്യൻ്റ് ആവും. B12 ഡെഫിഷ്യൻസി നമ്മൾ കഴിക്കുമ്പോൾ മാറും, പിന്നെയും കുറച്ച് മാസം കഴിക്കുമ്പോൾ B12 ഡെഫിഷ്യൻസി തിരിച്ചു വരും. അതുപോലെ ഏത് ഡെഫിഷ്യൻസിയും തിരിച്ച് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. തീർച്ചയായിട്ടും വളരെ നന്ദി ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കോട് പങ്കുവെക്കുന്നതിന്. നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിൻ്റെ, അതാണ് എല്ലാ രോഗങ്ങളും നമ്മളെ സംരക്ഷിക്കുന്നത്. അത് ശരിക്കും കുടലിലാണ് എന്ന് പറയുന്നു. വിചിത്രമായി തോന്നുന്നുണ്ട്, എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചതേ ഇല്ല. പിന്നെ ഇതൊരു ശരിയൊരു യുദ്ധം പോലെ, നമ്മൾ വാർ സോൺ പോലെ നമ്മൾ കാണണം. നമ്മുടെ ശരീരത്തിലേക്ക് ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് ഏതിലൂടെയൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് മൂക്കാണ് തീർച്ചയായിട്ടും, പിന്നുള്ളത് വായയിലൂടെ ചെന്ന് അത് ഗട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈൻ ഡിഫെൻസ് പോലെയാണ്. ബോർഡറിൽ ആരെയാണ് എനിമി വരുന്ന സ്ഥലത്ത് ആരെ നിർത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഗട്ടിൻ്റെ ഈ മ്യൂക്കോസൽ ലൈനിങ്ങിലാണ് 70% നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഇരിക്കുന്നത്. അതിൻ്റെ റീസൺ തന്നെ ഇത് രക്തത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ബാഡ് ബാക്ടീരിയ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് രക്തത്തിലേക്ക് ചെന്നാൽ തന്നെ അത് ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ ആൻറ്റിബോഡീസിനെ ജനറേറ്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങളും ഇവിടുന്ന് തന്നെയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്നാണ്. ഈ സംഭവം ഹാംഫുൾ ബാക്ടീരിയനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, ടോക്സിൻസ് ഇതിനെയൊക്കെ കളയാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നന്നായിട്ട് ഇൻഫ്ലമേഷൻ ഇല്ലാതെ ഗുഡ് ബാക്ടീരിയയും കൂടെ അല്ലെങ്കിൽ ഗുഡ് മൈക്രോബ്സ്, സൂക്ഷ്മാണുക്കൾ നല്ലോണം ത്രൈവ് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റിലാണ് ഈ ഇമ്മ്യൂൺ സെൽസ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലെയിംഡ് ആയിട്ട് ഒത്തിരി ബാഡ് ബാക്ടീരിയ മൈക്രോബ്സും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇതിന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. എല്ലാത്തിൻ്റെയും എൻഡ് പോയിൻ്റ് വീണ്ടും നമ്മൾ ഫൈബർ ഇൻടേക്കും നമ്മൾ ഹോൾ ഫുഡ്സ് കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പിന്നെ മുഴുവൻ ധാന്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, നോർമൽ സവാള, ഫ്ലാക്സ് സീഡ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ പച്ച കളറിനോട് അടുത്തുള്ള പഴം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എത്ര ഭയങ്കരമായും അതിശയകരമായും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. എന്തായാലും ഈ രസകരമായ വളരെ നല്ല കാര്യങ്ങൾ തുടർന്ന് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ മറ്റൊരു ബ്രേക്കിൻ്റെ സമയമായിരിക്കുന്നു. നമ്മൾ വേഗം മടങ്ങി വരും, കാത്തിരിക്കൂ.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ രസകരമായ ആരോഗ്യകരമായ ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു പുതിയ രസകരമായ വാക്കാണ് ലീക്കി ഗട്ട് സിൻഡ്രോം. എന്താണ് ഇത്? നമുക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതെങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു? അപ്പോൾ നാച്ചുറലി നമ്മുടെ ഇൻഡസ്റ്റൈൻസിലാണ് ഫുഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈനിൽ ഫുഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അത് പെർമിയബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും രക്തത്തിലേക്ക് ആ ന്യൂട്രിയൻറ്റിനെ കടത്തിവിടാൻ പറ്റണം ഇൻഡസ്റ്റൈന്. പക്ഷേ ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ആവശ്യത്തിലധികം പെർമിയബിൾ ആവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻ്റ് കടത്തിവിടുന്നതിന് പകരം ചില സമയത്ത് അൺഡൈജസ്റ്റഡ് ഫുഡ്, ടോക്സിൻസ്, ആവശ്യമില്ലാത്ത പലതും രക്തത്തിലേക്ക് കടത്തിവിടും. അപ്പോൾ എന്ത് പറ്റും? രക്തത്തിൽ ഇത് ചെല്ലുമ്പോൾ ഇതൊക്കെ ഫോറിൻ മാറ്ററായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അതിനെതിരെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ശരീരം പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് പലപ്പോഴും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായി മാറും. അപ്പോൾ പലപ്പോഴും ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയാലും സീലിയാക് ഡിസീസ് ആയാലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആയാലും ഇങ്ങനത്തെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെയും പുറകിൽ ഈ ലീക്കി ഗട്ട് സിൻഡ്രോമാണ്. അപ്പോൾ ലീക്കി ഗട്ട് സിൻഡ്രോം ആണെന്ന് നിങ്ങൾ ഡയഗ്നോസ്ഡ് ആകുമ്പോൾ സാധാരണ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പുറകിൽ ഏതെങ്കിലും രോഗം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നൽകും. പിന്നെ ഇതിനെ നാച്ചുറലായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. അതായത് ഒരു 4R അപ്രോച്ച് എന്ന് പറയും. ആദ്യം തന്നെ അവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലീക്കി ഗട്ട് സിൻഡ്രോമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അതിനെ റിമൂവ് ചെയ്യും. അതാണ് ആദ്യത്തെ 6. പിന്നെ രണ്ടാമത്തെ പറയുമ്പോഴത്തേക്കും റീപ്ലേസ് ചെയ്യും. നല്ല നല്ല ഈ ഡൈജസ്റ്റീവ് എൻസൈംസിനെയും അതുപോലെ നെസസറി ന്യൂട്രിയൻസിനെയൊക്കെ അവർ റീപ്ലേസ് ചെയ്യും. മൂന്നാമത്തത് ബെനഫിഷ്യൽ ബാക്ടീരിയ വെച്ച് ഇൻകൾക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ വാക്സിനേഷനെ നമ്മൾ ടൈപ്പ് ഓഫ് ഇൻകൾക്കേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ബെനഫിഷ്യൽ ബാക്ടീരിയനെ ഇൻകൾക്കേറ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യാൻ പറ്റും? അവർ പ്രോബയോട്ടിക് ഫുഡ്സ് തരും. അതുപോലെ തന്നെ പ്രീബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് കഴിക്കാൻ പറയും. ലാസ്റ്റ് ഇതിനെ റിപ്പയർ ചെയ്യണം. കാരണം ഇവിടെ ഓൾറെഡി കുറേ ഡാമേജ് നടന്നു. പ്രോസസ്സിനെ മാറ്റിയാൽ പോരെ, അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സപ്ലിമെൻറ്റ്സ് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇൻഡസ്ട്രിയൽ ലൈനിങ്ങിനെ ഹീൽ ചെയ്യാൻ വേണ്ടി L-ഗ്ലൂട്ടാമിൻ സപ്ലിമെൻ്റ് തരും, ചിലപ്പോൾ കൊളാജൻ സപ്ലിമെൻ്റ് തരും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ഇതിനെ അപ്പോൾ ഈ ഒരു 4R അല്ലെങ്കിൽ 4R അപ്രോച്ച് വെച്ചിട്ട് അവർ നാച്ചുറലി അതിനെ ഹീൽ ചെയ്യാനും ട്രൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് തരും. ഇങ്ങനെയാണ് സാധാരണ ഡോക്ടർമാർ അതിനെ ഡീൽ ചെയ്യാറ്. തീർച്ചയായും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ വിട്ടുമാറാത്ത സമ്മർദ്ദം, ടെൻഷൻ, സ്ട്രെസ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുടൽ, തലച്ചോറ്, അച്ചുതണ്ട് എന്നെ ബാധിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ഞാൻ ഏതായാലും അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയാം. ഈ പറഞ്ഞ കുടൽ, തലച്ചോറ്, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് 2 ബ്രെയിൻസായിട്ട് നമ്മളിതിനെ കാണണം. ആക്ച്വൽ ബ്രെയിനും പിന്നെ സെക്കൻഡ് ബ്രെയിനും. ഇത് തമ്മിലുള്ളൊരു ട്രാൻസ്മിഷൻ കണക്ഷൻ നടക്കുന്നൊരു എന്താണ് മീഡിയമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. വേഗസ് നെർവ് എന്ന് പറഞ്ഞൊരു നെർവാണ് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിൻ്റെ മെക്കാനിസം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് നാച്ചുറലി എന്തെങ്കിലും ടെൻഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരെ അത് കോർട്ടിസോളും സ്ട്രെസ് ഹോർമോൺസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മുടെ ബ്ലഡ് മുഴുവൻ വയറിൻ്റെ അവിടെ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ചെറിയൊരു ഹിറ്റ് കിട്ടും. അപ്പോൾ റെഗുലർലി സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് റെഗുലർലി ഹിറ്റ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, ഇൻഫ്ലമേഷൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഗട്ടിനെ ഇത് എഫക്റ്റ് ചെയ്യും. അകത്തിരിക്കുന്ന മൈക്രോബയോമിനെയും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം എഫക്റ്റഡ് ആവും. അപ്പോൾ തലച്ചോറിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. തിരിച്ച് ഇങ്ങനെ കുറേ നാൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഗട്ടിനും പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ മൈക്രോബയോമിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈക്രോബയോം ഇവിടുന്ന് നെഗറ്റീവ് സിഗ്നൽസ് നമ്മുടെ ആക്ച്വൽ ബ്രെയിനിലേക്കും വിടും. അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്. മൈക്രോബയോമിനെയും ഗട്ടിനെയും നമ്മൾ കാത്തു സൂക്ഷിച്ച് ഈ ആക്ച്വൽ സ്ട്രെസ്സിനെ ഒഴിവാക്കിയാൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന സിഗ്നൽസും നന്നായിട്ടിരിക്കും. നല്ലോണം ഉറങ്ങുക, സ്ട്രെസ്സിനെ നല്ലോണം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഇൻ ദ ബോഡി കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസിൽ നമ്മൾ ഇതിനെ കാണണം. തീർച്ചയായിട്ടും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വെൽബീയിങ്ങിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടലിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമെന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, നല്ല പേരുകളാണ്. ഈ പേരുകളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മളെങ്ങനെ സഹായിക്കുന്നു?
ഒത്തിരി പോപ്പുലാരിറ്റി കിട്ടിയ 2 ടേംസ് ഈ അടുത്ത കാലത്ത് എല്ലാവരും അല്ലെങ്കിൽ ഒത്തിരി പേരും ചർച്ച ചെയ്യുന്നതാണ്. പ്രോബയോട്ടിക് ഉള്ള ഭക്ഷണം കഴിക്കണം, അതിന് നമ്മൾ പ്രീബയോട്ടിക് ഉള്ള ഭക്ഷണങ്ങൾ, പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ ലളിതമാണ്. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ലൈവ് കൾച്ചറുള്ള ഭക്ഷണങ്ങൾ. ലൈവ് കൾച്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും അത്തരം സൂക്ഷ്മാണുക്കളുള്ള അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ള ഭക്ഷണത്തെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് വിളിക്കുന്നത്. അതൊരു ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ തൈരായാലും യോഗട്ടായാലും പണ്ട് കാലത്ത് കഴിച്ചിരുന്ന പഴങ്കഞ്ഞിയായാലും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എല്ലാ ഇന്ത്യൻ കൾച്ചറിലും അവരുടേതായിട്ടുള്ള പുളിപ്പിച്ച ആഹാരങ്ങളുണ്ട്. ഇപ്പോൾ പുളിപ്പിച്ച ആഹാരം എന്നുള്ള ഇഡ്ഡലി ദോശ എന്ന് ചിന്തിക്കില്ല, കാരണം അത് പുളിപ്പിച്ചതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ ഈ അണുക്കളൊക്കെയും നശിച്ചു. പക്ഷേ അല്ലാണ്ട് തന്നെ പുളിപ്പിച്ചതിന് ശേഷം കഴിക്കുന്ന ഒത്തിരി ആഹാരങ്ങൾ നമുക്ക് പല സ്ഥലത്തും ഇന്ത്യയിൽ നോക്കുമ്പോൾ കാണാം. അതിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ് ഈ പഴങ്കഞ്ഞി എന്നുള്ളത്. അതിൽ ചിലതരം നമ്മളിങ്ങനെ കുപ്പികളിലൊക്കെ ഇട്ട് ചില ഭക്ഷണങ്ങൾ വെക്കുകയും ചെയ്യുന്നു. അതിലും ഇതുപോലെ ഈ ലൈവ് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിടയിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇതിനെ തിരികെ നമ്മൾ ഈ ട്രഡീഷണൽ ഫുഡ്സിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് പ്രോബയോട്ടിക്സ് പലതും കിട്ടും. രണ്ടാമത്തത് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് കൾച്ചറിന് പകരം ഈ ബാക്ടീരിയയ്ക്ക്, ഗട്ട് ബാക്ടീരിയയ്ക്ക് ആവശ്യമായ ഭക്ഷണത്തിനാണ് നമ്മൾ പ്രീബയോട്ടിക്, അതായത് ബയോട്ടിക്കിന് മുമ്പ് നമ്മൾ അതിനെ ഫീഡ് ചെയ്യാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ. അത് പ്ലാന്റ് സോഴ്സസിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പഴം, ബനാന, ഓണിയൻ, ഗാർലിക്, നമ്മൾ ഹോൾ ഗ്രെയിൻസ്, പൊതുവെ എല്ലാ തരം പച്ചക്കറികളും പ്രീബയോട്ടിക് ഒരു എലമെൻ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേരളത്തിലെ ആൾക്കാർക്ക് പറ്റുന്നൊരു ഇതാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ ചോറിൻ്റെ കൂടെ നമ്മൾ മെയിൻ ഫോക്കസ് ആ മീൻകറിയിൽ അല്ലെങ്കിൽ ആ മീറ്റിൽ ആയിരിക്കും. നമ്മൾ പച്ചക്കറീനെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മളൊരു സൈഡ് ആക്റ്റാണ്, അതിനൊരു പുട്ടിൻ്റെ ഇടയിൽ പേര് പോലെ ഒരു പേരിന് നമ്മളൊരു തോരൻ കഴിക്കും. ശരിക്കും ആ ഫോക്കസ് ആ പച്ചക്കറിയിലേക്ക് വേണം, കാരണം അതാണ് നിങ്ങളുടെ പ്രീബയോട്ടിക്. ആ പ്രീബയോട്ടിക് ആണ് നിങ്ങളുടെ ഗട്ടിൻ്റെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. ഗട്ടിൻ്റെ ആരോഗ്യമാണ് നിങ്ങളുടെ മുഴുവൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ സന്തോഷത്തെയും നിശ്ചയിക്കുന്നത്. കാണാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ്. ഉത്കണ്ഠയും വിഷാദവും മാനസികാരോഗ്യത്തിന് ഈ കുടലിൻ്റെ സഹായിക്കുന്നത് എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് രണ്ട് തമ്മിലുള്ള കണക്ഷനാണ്. പിന്നെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2 എലികളിലാണ് ചെയ്തത്. ഒരു എലി നാച്ചുറലി സ്ട്രെസ്സ് കുറഞ്ഞ എലിയും ഒരു എലി നാച്ചുറലി പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന എലിയായിരുന്നു. ഈ ആങ്ഷ്യസ് അല്ലാത്ത എലിയുടെ ഗട്ട് മൈക്രോബയോമിനെ ആങ്ഷ്യസ് ആയ എലിയിലേക്ക് അവർ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് വഴി ചെയ്തപ്പോഴേ ഓട്ടോമാറ്റിക്കലി മുമ്പ് ആങ്ഷ്യസ് ആയിരുന്ന എലിയുടെ ആങ്സൈറ്റി എല്ലാം പോയി. അപ്പോൾ നമ്മുടെ ഗട്ടിന് നമ്മുടെ ആങ്സൈറ്റിനെ, ഗട്ട് മൈക്രോബയോം നല്ലതാണെങ്കിൽ നമ്മുടെ ആങ്സൈറ്റിനെ, ജനറൽ ആങ്ഷ്യസ് നേച്ചറുള്ള ആൾക്കാരുടെ ആങ്സൈറ്റിനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു നല്ല വിഷയമായി വീണ്ടും വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.